ഹായ്, ഹലോ, നമസ്കാരം. ട്രേഡിംഗ് ബെൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ 2-3 ദിവസമായി ഇപ്പോൾ വീഡിയോസ് ചെയ്തിട്ട് ഓൾറെഡി നമ്മുടെ 5 പൊസിഷൻസ് നമുക്ക് റണ്ണിങ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് പിന്നെ ചെയ്യാതിരുന്നത്. നിങ്ങൾക്ക് ഇത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുന്നുണ്ട്, എല്ലാ ദിവസവും വീഡിയോസ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പ്രയോജനപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ദിവസവും അതായത് നമ്മുടെ പൊസിഷൻസ് റണ്ണിങ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് പ്രയോജനപ്രദമാകുന്നുണ്ട്, നിങ്ങളുടെ അനാലിസിസിൻ്റെ ഒപ്പം ചേർക്കാൻ സാധിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നാളത്തേക്കുള്ള മൺഡേയിലേക്കുള്ള സ്റ്റോക്കുകളുടെ ഒരു അനാലിസിസ് വീഡിയോ നമുക്കിപ്പോൾ ചെയ്യാം. ഓക്കെ, സോ 5 സ്റ്റോക്കുകൾ ഇപ്പോൾ എനിക്ക് റണ്ണിങ് ആണ്. നാളെ ഞാൻ ചിലപ്പോഴേ ഇതിനകത്തുള്ള സ്റ്റോക്കുകളിൽ എൻട്രി എടുക്കുകയുള്ളൂ. നിങ്ങളുടെ അനാലിസിസും കൂടി വെച്ചുകൊണ്ട് മാത്രം ഇതിനകത്തിൽ എൻട്രീസ് ഇനിഷ്യേറ്റ് ചെയ്യുക. നമുക്ക് ഫസ്റ്റ് സ്റ്റോക്കിലേക്ക് പോകാം. വാസ്കോൺ എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്കിലാണ് ഫസ്റ്റ് സ്റ്റോക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് പ്ലസ് ഒരു റെസിസ്റ്റൻസ് ബ്രേക്കൗട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹ്യൂജ് വോളി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ. പിന്നെ അതുകൂടാതെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ട്രയാങ്കിൾ പാറ്റേൺ, അതായത് ബയ്യേഴ്സിൻ്റെതും സെല്ലേഴ്സിൻ്റെതും സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഹണ്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ക്യാൻഡിലിൽ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ലിക്വിഡിറ്റി അവിടെ കിട്ടിയിട്ടുണ്ടാവും മാർക്കറ്റിന്. സോ മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പക്ഷേ ഇത്രയും വലിയൊരു ക്യാൻഡിലാണ് നമുക്കിവിടെ ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു പകുതി ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡിപ്ലോയ് ചെയ്യാം. ഇതിൻ്റെ ഹൈയിൽ ബ്രേക്കൗട്ട് ആകുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് പകുതി ക്വാണ്ടിറ്റി ഡിപ്ലോയ് ചെയ്യാം. ബാക്കി പകുതി നമുക്കൊരു റീടെസ്റ്റ് വരുന്ന സമയത്തേക്ക് നമുക്കൊരു പകുതി ക്വാണ്ടിറ്റിയും കൂടെ നമുക്ക് അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഹൈ വരെയൊക്കെ നമുക്ക് ടാർഗറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്കൊരു 10% ആണ് നമ്മുടെ ടാർഗറ്റ് വരുന്നത്. അപ്പോൾ ആ ഒരു ടാർഗറ്റ് എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്ത് മാറാവുന്നതാണ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റോക്ക്. നെക്സ്റ്റ് വരുന്ന സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഷർ മോട്ടോഴ്സ് ആണ്. ഐഷർ മോട്ടോഴ്സിൽ ഓൾറെഡി എൻട്രി നമുക്കിവിടെ ഇനിഷ്യേറ്റ് ആയിട്ടുണ്ട്. അതായത് ഈ ഒരു ക്യാൻഡിലായിരുന്നു നമുക്ക് എൻട്രി വരുന്നത്. ഓക്കെ, ഈ ഒരു ക്യാൻഡിലിൽ അത്യാവശ്യം നല്ല വോളിയം ഉണ്ടായിരുന്നു. വോളിയം ഉണ്ട്, നമുക്ക് എൻട്രി ഇവിടെയായിരുന്നു ഇനിഷ്യേറ്റ് ആകുന്നത്. ഓക്കെ, ഈ ഒരു എൻട്രി കുറച്ച് മുകളിലോട്ടൊന്ന് പോയിട്ടുണ്ട്. മുകളിലോട്ട് പോയിട്ട് തിരിച്ച് നമുക്കൊരു റീടെസ്റ്റ് തരികയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു റീടെസ്റ്റിൽ നിങ്ങൾക്ക് എൻട്രി എടുക്കാവുന്നതാണ്. ഒരു 5% നിങ്ങൾക്ക് SL വയ്ക്കാവുന്നതാണ്. അത്യാവശ്യം മാർക്കറ്റിന് മൂവ് ചെയ്യാൻ, അതായത് പ്രൈസിന് മൂവ് ചെയ്യാനുള്ള സ്പേസ് നമുക്കുണ്ട് അല്ലേ. അത്യാവശ്യം ഈ ഒരു പാറ്റേൺ വരെയൊക്കെ നമുക്ക് പ്രൈസ് മൂവ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ പിവറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ടാർഗറ്റ് നമുക്ക് കണ്ടുപിടിക്കാനെ കൊണ്ട് സാധിക്കും. ഈ ഒരു പിവറ്റ് വരെയൊക്കെ നമുക്ക് ടാർഗറ്റ് വെക്കാവുന്നതാണ്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റോക്ക് ഇതാണ് ഐഷർ മോട്ടോഴ്സ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് LICI എന്ന് പറയുന്ന സ്റ്റോക്കാണ്. നമുക്ക് പിവറ്റ് ഒന്ന് ഓഫ് ചെയ്ത് മാറ്റിയിടാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ നല്ലൊരു ഡേ ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു ബ്രേക്കൗട്ടാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല വോളിയം നമുക്കിവിടെ കയറി വന്നിട്ടുണ്ട് അല്ലേ. അത് കൂടാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 ടച്ചുള്ള റെസിസ്റ്റൻസ് നമുക്കിവിടെ ബ്രേക്ക് ചെയ്ത് ഇവിടെ നല്ലൊരു ക്യാൻഡിലാണ്, ഒരു നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് നമുക്കിവിടെ കിട്ടിയേക്കുന്നത്. നമുക്ക് ഫുള്ള് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒരു ഹാഫ് ക്വാണ്ടിറ്റി നമുക്കിവിടെ ഡിപ്ലോയ് ചെയ്തുകൊണ്ടിട്ട് ഇത് ഇത്രയും വലിയ ക്യാനിൽ ഒരു 5%ഓളം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇത്രയും വലിയൊരു ക്യാനിലായതുകൊണ്ട് ഹാഫ് ക്വാണ്ടിറ്റി നമുക്ക് ഇവിടെ നമുക്ക് ഇനിഷ്യേറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഹാഫ് ക്വാണ്ടിറ്റി, അതിൻ്റെ ബാലൻസ് ക്വാണ്ടിറ്റി നമുക്ക് ഒരു റീടെസ്റ്റ് വരുന്ന ടൈമിലേക്ക് നമുക്ക് ഡിപ്ലോയ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അങ്ങനെ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ഒരു 10% വരെ നമുക്ക് മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതിലും നല്ല സ്പേസ് ഉണ്ട്, പ്രൈസിന് മൂവ് ചെയ്യാനുള്ള സ്പേസ് ഈ ഒരു LICI എന്ന് പറയുന്ന സ്റ്റോക്കിൽ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതും കൂടെ ഒന്ന് നോക്കി വെക്കാവുന്നതാണ് നാളത്തേക്കുള്ള എൻട്രീസിന് വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് PNC ഇൻഫ്രാടെക് ലിമിറ്റഡ്. ഓക്കെ, അപ്പോൾ ഇതിനകത്തിലും എൻട്രി കഴിഞ്ഞതാണ് കേട്ടോ. ഈ ഒരു ക്യാൻഡിലായിരുന്നു എൻട്രി. ഈ ഒരു ക്യാൻഡിലിൽ എൻട്രി വന്നിട്ട് നമുക്കൊരു റീടെസ്റ്റിനുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്, കാരണം ലിക്വിഡിറ്റി ഒന്നും എടുത്തിട്ടില്ല. സോ നമുക്ക് ഈ ഒരു സോണിലേക്ക് റീടെസ്റ്റിന് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു എൻട്രി ഇനിഷ്യേറ്റ് ചെയ്യാവുന്നതാണ്. 5% SL വെച്ചുകൊണ്ട് നമുക്കിതിനെ റൺ ചെയ്യിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഹൈ വരെയൊക്കെ നമുക്ക് എന്തായാലും മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, ഈ ഒരു ഹൈയിൽ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറാവുന്നതാണ്. ഓക്കെ, ഇങ്ങനെ 4 സ്റ്റോക്കുകളാണ് നാളത്തേക്ക് മൺഡേയിലേക്ക് നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നത്. ഓക്കെ, ഈ 4 സ്റ്റോക്കുകൾ ഞാൻ ഈ പറഞ്ഞു എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ അനാലിസിസും കൂടി ചേർത്ത് കൊണ്ടിട്ട് മാത്രം ഇതിനെ വായിക്കുക.
കൂടാതെ ഈ സ്റ്റോക്കുകളിൽ നാളെ ഞാൻ എൻട്രി എടുക്കണം, ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റോക്കുകളിൽ ഞാൻ എൻട്രി എടുക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ 5 പൊസിഷൻസ് റൺ ആയിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും പൊസിഷൻസ് ഞാൻ എക്സിറ്റ് ചെയ്ത് മാറേണ്ടതായിട്ടുണ്ട്. അത് സ്റ്റോപ്പ് ലോസോ ഐദർ ടാർഗറ്റോ അടിച്ച് മാറുന്ന സമയത്ത് ഈ സ്റ്റോക്കുകളിൽ ഏതിലെങ്കിലും ഒരു സ്റ്റോക്കിൽ ഞാൻ എൻട്രീസ് ആഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.